ഇപ്പോൾ മാർപ്പാപ്പയുടെ വിയോഗ വാർത്ത വരുന്നു. നമുക്കറിയാം അദ്ദേഹം ക്രൈസ്തവ സഭയ്ക്കുള്ളിൽ നടത്തിയ പരിഷ്കരണ പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ വാദങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. ഒടുവിൽ ശ്വാസകോശ അണുബാധയെ തുടർന്ന് ദീർഘനാൾ ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. അതിനുശേഷം അദ്ദേഹം ജീവിതത്തിലേക്ക് തിരികെ എത്തുന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നു. ഒടുവിൽ ഇപ്പോഴത്തെ വിയോഗ വാർത്തയും പി ജെയിംസ്. ഉന്മേഷ്, അത്യന്തം ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. 2000 വർഷത്തെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ വലിയ ചരിത്രം കുറിച്ച മാർപ്പാപ്പയാണ് കടന്നു പോകുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ പാവങ്ങളുടെ മാർപ്പാപ്പ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പ്രത്യേകിച്ച് 3-4 ലോക രാജ്യങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയ അർജന്റീനയിൽ നിന്ന് വരുന്ന ബെർഗോലിയോ എന്ന കർദിനാളാണ് പിന്നീട് മാർപ്പാപ്പയായിട്ട് മാറിയത്. 12 വർഷം നീണ്ട മാർപ്പാപ്പയുടെ ഈ ഔദ്യോഗിക ജീവിതത്തിൽ വലിയ തരത്തിൽ ലോകത്തെ കത്തോലിക്ക സഭയെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തു. പലപ്പോഴും മറ്റു പലർക്കും സ്വീകാര്യമല്ലാത്ത കാര്യങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ, പ്രത്യേകിച്ച് ഉക്രൈൻ യുദ്ധത്തിനെതിരെ ഇസ്രായേൽ പാലസ്തീനിൽ നടത്തിയ ആക്രമണത്തെ ഏറ്റവും ശക്തമായ ഭാഷയിൽ അപലപിക്കുക മാത്രമല്ല, യുദ്ധം നിർത്തണമെന്ന് അതിശക്തമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്ത മാർപ്പാപ്പ. ഏറ്റവും കൂടുതൽ നമ്മൾ അത്ഭുതപ്പെടുത്തിയത് ഈസ്റ്റർ ദിനത്തിൽ വന്ന് 35,000 വരുന്ന വിശ്വാസികളെ കണ്ട് അവര് കൈവീശി കാണിച്ചുകൊണ്ടാണ് അത് സംസാരിച്ചത് എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് പിറ്റേ ഒരു ദിവസം കഴിയുമ്പോൾ മാർപ്പാപ്പ കടന്നു പോകുന്നു. അപ്പൊ ഈസ്റ്റർ ദിനത്തിൽ ഒരുപക്ഷെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റർ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസമാണ്. ആ ദിനത്തിൽ വന്ന് ഒരുപക്ഷെ കുർബാന ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ പോലും അവർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സിറ്റി ആൻഡ് ദ വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആശീർവാദം നൽകി. ആ ആശീർവാദം നൽകുന്ന ചടങ്ങാണ് പങ്കെടുത്ത ശേഷമാണ് കടന്നുപോയത്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ലോകത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തുന്ന, സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയിൽ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സ്വവർഗ അനുരാഗം പോലുള്ള കാര്യങ്ങളിൽ അതിശക്തമായിട്ട് മനുഷ്യത്വപരമായ നിലപാടെടുത്തത്. ഫിസിയോളജിക്കലായിട്ട് ഒരുപക്ഷെ കുഴപ്പങ്ങൾ ഉണ്ടാവും, പക്ഷെ അവരെ തള്ളിക്കളയരുത്. ക്രിസ്തു എപ്പോഴും എല്ലാവരെയും ചേർത്ത് പിടിച്ച ഇതാണ്. ക്രിസ്തുവിന്റെ പാതയിൽ നിന്നുകൊണ്ട് ഉള്ള നിലപാടുകൾ പാടുള്ളൂ എന്നുള്ളത് പറഞ്ഞിരുന്നു. വളരെ പ്രോഗ്രസീവായിട്ടുള്ള മാർപ്പാപ്പയാണ്. ലിബറൽ ആയിട്ടുള്ള സ്റ്റാൻഡുകൾ വഴി കത്തോലിക്ക സഭയുടെ മുഖം തന്നെ മാറ്റിമറിച്ചു. യൂറോപ്പിൽ, അമേരിക്കയിൽ, ലാറ്റിൻ അമേരിക്കയിൽ, ആഫ്രിക്കയിൽ, ഏഷ്യയിലൊക്കെ വലിയ തരംഗമായി മാറിയ മാർപ്പാപ്പ. എല്ലാത്തരം ഇസങ്ങളോടും ചേർന്ന് പോകാൻ ആഗ്രഹിച്ച മാർപ്പാപ്പ. കമ്മ്യൂണിസത്തെ ഒരു കാലത്ത് കത്തോലിക്ക സഭ തള്ളി പറഞ്ഞിരുന്നെങ്കിൽ ഈ മാർപ്പാപ്പ കമ്മ്യൂണിസത്തോടും മറ്റു ചിന്താഗതികളോടൊക്കെ സമരസപ്പെട്ട്, എതിർപ്പുകളും ഇതൊക്കെ ഉണ്ടാവാമെങ്കിലും അവരോടൊക്കെ സമരസപ്പെട്ട് മുന്നോട്ട് പോയ മാർപ്പാപ്പയാണ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ അവസാന കാലത്ത് ആശുപത്രിയിലായിരുന്നു. നമുക്കറിയാം, ന്യൂമോണിയ ബാധിച്ച് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ അതിജീവിച്ച് വരില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിജീവിച്ച് തിരിച്ചെത്തി. അദ്ദേഹത്തിന്റെ വസതിയിലായിരിക്കുമ്പോഴാണ് അന്ത്യം സംഭവിച്ചത്. എന്തായാലും ബെനഡിക്ട് 16 മാർപ്പാപ്പ, അദ്ദേഹം പോപ്പ് എമറിറ്റസ് ആയിരുന്നു, കടന്നുപോയതിനു ശേഷം ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു പോപ്പ് കടന്നു പോവുകയാണ്. ഇനി അടുത്ത മാർപ്പാപ്പ ആരായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. ആഫ്രിക്കയിൽ നിന്നായിരിക്കാം, ഒരുപക്ഷെ ലാറ്റിൻ അമേരിക്ക, യൂറോപ്പ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത്രയും തീവ്ര നിലപാടിൽ പോയ ഒരു മാർപ്പാപ്പയുടെ ഇതിനെ ബാലൻസ് ചെയ്യാൻ ഒരുപക്ഷെ യാഥാസ്ഥികരും പുരോഗമനവാദികളും ഒരുമിച്ച് നിൽക്കുന്ന തരത്തിലുള്ള ഒരു മാർപ്പാപ്പയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഏഷ്യയിൽ നിന്ന് ഫിലിപ്പീൻസിലെ കർദിനാളിന്റെ പേര് വരെയുണ്ട്. എന്നാൽ അതൊക്കെ പിന്നീട് നടക്കാനിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി മാർപ്പാപ്പയുടെ സംസ്കാരം സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ട്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ സാധാരണ മാർപ്പാപ്പമാരെ അടക്കാറുള്ളത്, പക്ഷെ വ്യത്യസ്തമായി വളരെ ചെറിയൊരു പള്ളിയിൽ അടക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മാർപ്പാപ്പമാർക്ക് വളരെ രാജകീയമായിട്ടുള്ള കബറടക്കത്തിനുള്ള ചടങ്ങുകളാണ് ചെയ്യുന്നത്. അതൊക്കെ വെട്ടിക്കുറച്ച് വളരെ പാവപ്പെട്ടവന്റെ ഒരു ശവമഞ്ചത്തിൽ കിടത്തി തന്നെ കൊണ്ടുപോകണമെന്നാണ് മാർപ്പാപ്പ തന്റെ അന്ത്യാഭിലാഷമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ 2000 വർഷത്തെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഇതുപോലെ പാവങ്ങളുടെ പക്ഷം പിടിച്ചൊരു മാർപ്പാപ്പയുണ്ടായിട്ടില്ല എന്ന് പറയാം ഉന്മേഷ്. 1969 അദ്ദേഹം ഈ കത്തോലിക്ക പുരോഹിതനായി അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് 1973 മുതൽ 79 വരെ അദ്ദേഹം സൊസൈറ്റി ഓഫ് ജീസസിൻ്റെ അർജന്റീനയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായി പ്രവർത്തിക്കുന്നു. അങ്ങനെ പടിപടിയായാണ് അദ്ദേഹം ഉയർന്നു വരുന്നത്. 1998 ബ്യൂണസ് അയേഴ്സിലെ ആർച്ച് ബിഷപ്പാകുന്നു. അതിനുശേഷം 2001 അദ്ദേഹം
കർദിനാളായി മാറുന്നത്. അങ്ങനെ പടിപടിയായി ഉയർന്നു വന്ന് എല്ലാ കാലത്തും നേരത്തെ പി ജെയിംസ് സൂചിപ്പിച്ച പോലെ തന്നെ ദരിദ്രരുടെ പക്ഷത്ത് നിലയുറപ്പിച്ചുകൊണ്ട് അതിന് പിന്നാലെ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ മാർപ്പാപ്പ എന്നുള്ള പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതോടെ കത്തോലിക്ക സഭയുടെ പൊതുനിലപാടുകൾക്ക് അപ്പുറത്തേക്ക് നീളുന്ന മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന നിലപാടുകളൊക്കെ അദ്ദേഹം സ്വീകരിച്ചതൊക്കെ ലോകം ചർച്ച ചെയ്തതാണ്. അങ്ങനെ നിലപാടുകളുടെ മാർപ്പാപ്പ കൂടിയാണല്ലോ വിടവാങ്ങുന്നത് പി ജെയിംസ്. ഒരുപക്ഷെ ഈ കത്തോലിക്ക സഭയിൽ പൊതുവെ മാർപ്പാപ്പമാര് റോം വിട്ടു പോകുന്നത് വളരെ കുറവായിരുന്നു. അത് മാറ്റിമറിച്ചത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായിരുന്നു. 1978 മാർപ്പാപ്പയായി വന്ന് 2005 മാർപ്പാപ്പ കാലം ചെയ്യുന്നത് വരെ ഈ ചന്ദ്രനിലേക്ക് 15 തവണ പോകാനുള്ള ദൂരം സഞ്ചരിച്ചിരുന്നു. മാർപ്പാപ്പമാരുടെ ചരിത്രം കുറിച്ച മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. അതിനുശേഷമാണ് ബെനഡിക്ട് 16 വന്നത്. പക്ഷെ ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായി ഒരുപാട് യാത്ര ചെയ്തു. ഒരുപക്ഷെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അത്രയും യാത്ര ചെയ്തില്ലെങ്കിലും, കാരണം അദ്ദേഹം 12 വർഷം മാത്രമാണ് മാർപ്പാപ്പയായിട്ടിരുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ. പക്ഷേ ജോൺ പോൾ മാർപ്പാപ്പ ഏതാണ്ട് 27-28 വർഷം മാർപ്പാപ്പയായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ യാത്രകൾ നടത്തി. പക്ഷെ ഈ മാർപ്പാപ്പയുടെ ഒരു പ്രത്യേകത, നിലപാടുകളുടെ കാര്യത്തിൽ ഒരു തരത്തിലും പിന്മാറില്ലായിരുന്നു. യൂറോപ്പ് മുഴുവൻ ഈ മുസ്ലിം അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതിന് വിലക്ക് കൽപ്പിക്കണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ പറഞ്ഞ സമയത്ത് അഭയാർത്ഥികളുടെ കൂടെ നിന്ന് താൻ അഭയാർത്ഥികളോടൊപ്പമാണ്, വീടില്ലാതെ ഒരു തരത്തിലില്ലാതെ വരുന്നവരെ സ്വീകരിക്കണം, അവർക്ക് വാതിൽ കൊട്ടി അടയ്ക്കരുത് എന്ന് അതിശക്തമായ നിലപാടെടുത്തു. അതുകൊണ്ടാണ് ഒരുപക്ഷെ 200 കോടി വരുന്ന മുസ്ലിം ജനതയ്ക്കിടയിലും ഒരുപക്ഷെ ഈ മാർപ്പാപ്പയ്ക്ക് ഇത്രയും വലിയ സ്വീകാര്യത ലഭിച്ചത്. അദ്ദേഹം പാലസ്തീൻ യുദ്ധത്തില് പാലസ്തീന്റെ പക്ഷത്തിൽ നിന്നു. ഇസ്രായേൽ കാണിക്കുന്ന അതിക്രമമാണെന്ന് തുറന്നു പറയാനുള്ള തന്റെ ഇടം കാട്ടി. അതിന്റെ പേരിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. വലതുപക്ഷ തീവ്രവാദി സംഘടനകൾ മാർപ്പാപ്പയ്ക്കെതിരെ തിരിയുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇസ്രായേൽ മാർപ്പാപ്പയെ കുറ്റപ്പെടുത്തി. പക്ഷെ അതൊന്നും മാർപ്പാപ്പ കാര്യമാക്കിയില്ല. മനുഷ്യപക്ഷം ചേരുക, അതിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ കണക്കാക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഈ മാർപ്പാപ്പ സ്വീകരിച്ചത്. അതിന് ഈ നേരത്തെ പറഞ്ഞ പോലെ, ഉന്മേഷ് പറഞ്ഞ പോലെ, ഒരു ജെസ്യൂട്ട് പാരമ്പര്യം അതിന് പ്രധാനപ്പെട്ട കാര്യമാണ്. കത്തോലിക്ക സഭയിൽ ജെസ്യൂട്ട്സ് തിങ്ക് ടാങ്ക്സ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അവരെപ്പോഴും പഴയകാല ഒരു ഇത് തന്നെ, പാവപ്പെട്ടവരുടെ പക്ഷം ചേരുക, ആദിവാസികൾ, അതുപോലെ തന്നെ പി ജെയിംസ് ഒരു നിമിഷം